ഇന്നലെ അർദ്ധരാത്രിയിൽ ജാസ്മിൻ ഗബ്രിയുടെ അടുത്തായിട്ട് ഒരു പരാതി പോലെ പറയുന്നുണ്ട്, നീ എന്തിനാണ് സ്പോൺസർ ടാസ്കിൽ ജയിച്ചതും പോലെ അവനെ എന്നെ ഒരു മൈൻഡും ഇല്ല. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് എന്റെ ഗെയിം കളിക്കണ്ടേ, നീയൊക്കെ എന്റെ എതിരെ നിൽക്കുമ്പോൾ ഞാൻ തോക്കണം എന്നാണോ നീ പറയുന്നത്? അതിനൊന്നും എന്നെ കിട്ടില്ല, ഞാൻ എന്റെ ഗെയിം കളിക്കും. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, ഓ നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ ടാസ്കിൽ വിജയിച്ചത്. ഇക്കണക്കിന് പോയാൽ നിനക്കൊരു കപ്പ് കിട്ടിയാൽ നീ എന്നെ ഒറ്റയടിക്ക് മറക്കുമല്ലോ. അങ്ങനെ അത് കേട്ട് ഗബ്രി പറയുന്നു, പിന്നെ എനിക്ക് കിട്ടിയ കപ്പ് ഞാൻ നിനക്ക് തരണോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നു, എനിക്കാണ് കപ്പ് കിട്ടുന്നത് എങ്കിൽ ഞാൻ അപ്പോൾ തന്നെ നിന്നെ സ്റ്റേജിലേക്ക് വിളിക്കും. എന്നിട്ട് ആ കപ്പ് നിന്റെ കയ്യിൽ തന്നിട്ട് എല്ലാവരുടെയും അടുത്തായിട്ട് പറയും, ഈ ഒരു കപ്പ് എനിക്ക് കിട്ടാൻ കാരണം നീയാണ്, അതുകൊണ്ട് ഈ കപ്പ് നിനക്ക് കൂടി അവകാശപ്പെട്ടതാന്ന് പറയും. അപ്പോൾ ഗബ്രി പറയുന്നു, ഇതൊക്കെ അന്ന് കണ്ടാ മതി. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ജാസ്മിൻ പറയുന്നു, നീ ആ സ്പോൺസർ ടാസ്കിലെല്ലാം വിജയിച്ച് ഐസ്ക്രീം എല്ലാം നിന്റെ ഫാമിലിക്ക് അയക്കുമ്പോൾ നിനക്ക് എന്റെ അനിയന്റെ പേര് കൂടി പറയാമായിരുന്നു. അതൊന്ന് നിന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ മുഖത്തേക്ക് കുറെ നോക്കി, അപ്പോൾ നീ ആണെങ്കിൽ എന്നെ മൈൻഡ് പോലും ആക്കിയില്ല. അത് കേട്ട് ഗബ്രി പറയുന്നു, ഞാൻ അപ്പോൾ അത് ഓർത്തില്ല. ആ ഒരു സന്തോഷത്തിൽ നീ ഒന്ന് എന്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ കൊടുത്തേനെന്നെല്ലാം പറയുന്ന ഗബ്രി എല്ലാമാണ് ലൈവിൽ കാണിച്ചത്. പണ്ടൊക്കെ ആണെങ്കിൽ കപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നിന്നെ മതി, ടാസ്ക് വിജയിച്ചിട്ടില്ലെങ്കിലും നിന്നെ മതി എന്നെല്ലാം പറഞ്ഞ ഗബ്രി ഇപ്പോൾ ആ വാക്കുകളെല്ലാം മാറ്റി പിടിച്ചുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നുണ്ട്. എന്തായാലും ജിൻഡോ ജാസ്മിനെയും ഗബ്രിയും 2 ടീമാക്കിയതിൽ ചെറിയ ബെനിഫിറ്റ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. സ്പോർട്സ് ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.